ഞാനിപ്പം പത്മനാഭന്റെ അതുപോലെ തന്നെ പഴവങ്ങാടി അമ്പലത്തിന് ആ ഇടയിലുള്ള റോഡിലാണുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല തിരക്കുണ്ട്. ചെറിയ തോതിൽ മുമ്പെയൊക്കെ ഗതാഗത കുരുക്കുകൾ ഉണ്ടായിരുന്നു. ആൾക്കാർ ഏറ്റവും അധികം സാധനം വാങ്ങാൻ ഒരുപക്ഷെ ചാല കഴിഞ്ഞാൽ ഇവിടേക്കാവും എത്തുക. നല്ല വിലക്കുറവിൽ പലതരത്തിലുള്ള എന്താവശ്യമുണ്ടോ നിങ്ങൾക്ക്, ഡ്രസ്സ് വേണോ, അത് ഓർണമെന്റ്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വസ്തുക്കൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഓണത്തിന് വേണ്ടിയുള്ള മുഴുവൻ തയ്യാറെടുപ്പിലാണ് ആൾക്കാർ. ചേച്ചി, ഓണമൊക്കെ എവിടെ വരെയായി? അവസാന ദിവസത്തെ പർച്ചേസിലാണോ? അതെ. എന്തൊക്കെയാ നാളത്തെ സദ്യക്കുള്ളതും അതുപോലെ തന്നെ ഓണക്കോടി എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. എല്ലാം റെഡിയാണ്. പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അതാണ് പറയാനുള്ളത്, എല്ലാം റെഡിയാണ്. പക്ഷെ എന്നാലും എന്തൊക്കെയോ ചെറിയ ചെറിയ വസ്തുക്കൾ വാങ്ങാനായിട്ടുള്ള തിരക്കിലാണ് എല്ലാവരും. അതുപോലെ തന്നെ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു വാങ്ങാൻ എത്തുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ കേട്ടു. ഈ കച്ചവടക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ചേട്ടാ, ഓണമായിട്ട് എങ്ങനെ നല്ല കച്ചവടം? എല്ലാ കൊല്ലം എല്ലാ വർഷവും വരും. എല്ലാ വർഷവും കച്ചവടമുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് നല്ല തിരക്കായിരിക്കുമോ? പിന്നെ നാളെ ഉണ്ടാവും. നാളെ രാവിലെ നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നല്ല തിരക്കുണ്ടാവും. അപ്പൊ അത് മഞ്ഞക്കോടിയൊക്കെ വാങ്ങാനായിട്ട് ആൾക്കാരുടെ തിരക്കാണെന്നാണ് പറയുന്നത്. എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ഇവിടെ എത്താറുള്ള ഒരു ചേട്ടനാണ്. ഇന്നും നാളെയും ഒക്കെ ഇതേ തിരക്കുകൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ചേച്ചി, ഓണമൊക്കെ ഇവിടെ വരെയായി? ഓണമൊക്കെ ഇനി എത്തിക്കഴിഞ്ഞല്ലോ. തിരുവനന്തപുരം മൊത്തം ഓണം തന്നെയാണ്. അതെ, തിരുവനന്തപുരം മൊത്തം. അപ്പൊ ഇങ്ങനെ ഉത്രാടപ്പാച്ചിലുള്ള തിരക്ക്, നാളത്തെ സദ്യവട്ടങ്ങൾക്കുള്ളതെല്ലാം തയ്യാറായോ? എല്ലാം റെഡിയായി. എല്ലാം റെഡിയായി. അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ ഒരു എന്റെ തുണി എടുക്കണം, ചെരുപ്പ് മേടിക്കണം, കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ വന്നു. പറഞ്ഞതുപോലെ അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം ഇപ്പോഴും മെച്ചമായിട്ട് വരെയാണ്. എന്ത് തിരക്കുമായിരിക്കും, എന്ത് കാണുമായിരിക്കും. അതിന് ഉയർന്നു പോകും. അതെ, ഓരോ വർഷം കൂടുന്തോറും ഈ വീതിയിലെ തിരക്ക് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും ജനങ്ങള് നശിപ്പിച്ചു പോയാൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാ അതിനത്രയ്ക്ക് മലയാളികളാണ്. ഹാപ്പി ഓണം പറഞ്ഞേര്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞാൻ വയസ്സായ ഞാൻ സ്പെഷ്യലി ലീവാ 5 ദിവസത്തെ ജോലിക്കാ അമ്പലത്തിൽ ഞാൻ നിൽക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ കഴിയുന്ന ഒരു ആളാണ്. 3 മക്കളുണ്ടെങ്കിലും ഞാൻ കഷ്ടതയിൽ ഞാൻ കഴിയുന്നു. പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഓണമാണ്. എത്രയൊക്കെ ഉണ്ടെങ്കിലും അല്ലെ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓണം അത്യധികം ഭംഗിയോടെ തന്നെ അല്ലെങ്കിൽ അത്യധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ആഘോഷിക്കാനായിട്ട് തിരക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കണം. ചേച്ചി, ഓണമൊക്കെ ഇവിടെ വരെയായി? അടിപൊളി അടിപൊളി അടിപൊളി. ഉത്രാടപ്പാച്ചിലാണോ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അമ്പലത്തിൽ എത്തുന്നവരുണ്ട്, മലയാളികളായിട്ടും പുറത്തുനിന്നെത്തിയ ആൾക്കാരുമുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ തിരക്കിലാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വാഹനങ്ങൾക്കിടയിലൂടെയൊക്കെ സൂക്ഷിച്ചാണ് എല്ലാവരും പോകുന്നത്. അത്രത്തോളം തിരക്ക് ഈ വീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും തിരക്ക് അധികരിക്കും. നിങ്ങളുടെ ആഘോഷങ്ങൾക്കൊപ്പം മികച്ച ഓഫറുകളുമായി ശരി, തിരുവനന്തപുരത്തു നിന്നുള്ള ഓണക്കാഴ്ചകളാണ് ഇന്ദുലേഖ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഓരോ നിമിഷവും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.